ഗീതേച്ചിയുടെ ഭാഗ്യം ഭയങ്കരവാ. അവൾക്ക് ഈയുടെ ഭാഗ്യം കുറച്ച് കൂടുതലാ. അതിന് നീ അസൂയപ്പെട്ടിട്ട് കാര്യമില്ല മോളെ. ഒരു കുരിശാണല്ലോ ഇതാ. ഇനി പെണ്ണ് കാണാൻ വന്ന കോന്തൻ. അയ്യേ ബെസ്റ്റ്. പെണ്ണ് കാണാൻ നിന്ന് കൊടുത്തപ്പോ ആലോചിക്കണായിരുന്നു. ശരിയാ, ചെല്ല് ചെല്ല്. ചൂണ്ടയിടുക അല്ല, ആടിനെ കറക്കുക. പച്ചക്കള്ളം, എനിക്കറിയാം. ഇനിയിപ്പോ കല്യാണം കഴിഞ്ഞാലും കറി വെക്കാൻ ഞാനൊരു ചൂണ്ട വാങ്ങി തന്നാ മതിയല്ലോ. ചേട്ടന് ചൂണ്ടക്കറിയാ ഇഷ്ടം? ഈ കുട്ടിയുടെ ഒരു തമാശ. കല്യാണം കഴിഞ്ഞാൽ എനിക്ക് ചിരിക്കാനും നേരം ഉണ്ടാവും. എന്തിനാ ഇന്നും വന്നേ? അതെ, കുട്ടിയോട് എനിക്ക് പേഴ്സണലായിട്ട് അല്പം സംസാരിക്കാനുണ്ട്. നമുക്കിത്തിരി നടന്നാലോ? അയ്യോ, ഇന്നലെ രാത്രി ഞാൻ ഒരുപോലെ കണ്ണടച്ചില്ല. ഏത് പോലെ അടയ്ക്കാതിരുന്നേ? അതല്ല, ടെൻഷൻ കാരണം ഉറങ്ങിയിട്ടേ ഇല്ല. അതെന്താ? അമ്മാവൻ ചോദിച്ച സ്ത്രീധനം കൂടുതലാണോ എന്നൊരു ചെറിയ ഡൗട്ട്. അതിൽ നിന്നും 5 പവൻ പൊന്നും 10,000 രൂപയും കുറച്ച് തന്നാലും മതി. അമ്മാവൻ അറിയണ്ട, ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം. എന്തായാലും ഗീതക്കുട്ടി എനിക്ക് വേണം. എന്ന് വെച്ചാ 20 പവനും 40,000 രൂപയും അല്ലേ? അതെ, നല്ല ഡിസ്കൗണ്ട് അല്ലേ? അല്ല, എന്തിനാ ഈ കാശൊക്കെ? അത് ജീവിതകാലം മുഴുവൻ ഗീതക്കുട്ടിക്ക് ചെലവിന് തരണ്ടേ, അതിനാ. എന്നാ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? ജീവിതകാലം മുഴുവൻ ഞാൻ നീ തന്നെ സഹിക്കാൻ പോണേ ആര് കാശ് വരും? വെറുതെ ആണെങ്കിൽ അങ്ങനെ ഒന്നും പറയല്ലേ. എങ്ങനെ പറയാണ്ടിരിക്കും? ഈ ആണുങ്ങളൊക്കെ ഇങ്ങനെ ചക്കപ്പോത്ത് പോലെ വളരുന്നത് പെണ്ണുങ്ങളുടെ കാശ് വാങ്ങിക്കാൻ വേണ്ടിട്ടാ. ഓരോരുത്തന്മാര് ജീവിതത്തിൽ ആദ്യമായിട്ട് കിടക്കാൻ കട്ടിൽ വരെ വാങ്ങിക്കുന്നത് കെട്ടിക്കൊണ്ടുവരുന്ന പെണ്ണുങ്ങളുടെ കാശുകൊണ്ടാ. ചൂടാകാതെ ഗീതക്കുട്ടി, വേണമെങ്കിൽ ഇനിയും കുറയ്ക്കാം. അമ്മാവൻ അറിയാതിരുന്നാ മതി. മുഴുവൻ കുറയ്ക്കോ? അയ്യോ, ഫുൾ കിഴിവ് ഞാൻ ആർക്കും കൊടുക്കാറില്ല. അമ്മാവൻ അറിഞ്ഞ വഴക്ക് പറയും. അങ്ങനെയാണെങ്കിലേ താൻ അമ്മാവനെ തന്നെ കെട്ടിക്കൊണ്ടാ മതി. അതെങ്ങനെ? അമ്മാവൻ അമ്മായി കെട്ടിയതാ? പോടാ മണ്ട. നമസ്കാരം. പ്രധാന വാർത്തകൾ. കുട്ടനാട്ടിൽ പൂവാല ശല്യം. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പരിസര പ്രദേശങ്ങളിൽ അപരിചിതനായ ഒരാളുടെ പൂവാല വിളയാട്ടം കുട്ടനാട് കേബിൾ വിഷന്റെ ശ്രദ്ധയിൽപ്പെട്ടിരിക്കുന്നു. എന്റെ അമ്മേ, ഈ ചന്ദ്രന്റെ ഒരു കാര്യം. പെണ്ണുങ്ങൾ കുളിക്കുന്ന കടവുകളാണ് ഇയാളുടെ പ്രധാന വിഹാരരംഗം. ഈ അപരിചിതനെ കുറിച്ചുള്ള കുട്ടനാട് കേബിൾ വിഷന്റെ പ്രത്യേക റിപ്പോർട്ടിലേക്ക്. എന്റെ സോമ, ഇനി നിന്നെ ഈ കരയ്ക്ക് കണ്ട അടി തിത്തിത്തേ. വീശി എടുത്തോണം. ജോസേ, മനസ്സമ്മതമൊക്കെ കഴിഞ്ഞല്ലേ, ഒന്ന് ചേർന്ന് നിന്നേ. പീറ്ററേ, ഫോട്ടോ ഒന്ന് വേഗം എടുത്തേ. നിക്ക് എല്ലാരും കൂടെ വരട്ടെ. കൃഷ്ണൻകുട്ടി വാ, വാടോ. വേം വാ. എല്ലാം നമ്മളെ ചുണ്ടൻ വെള്ളത്തിന് ആൾക്കാരാ. ജയിക്കോ? എന്റെ പൊന്നപ്പൻ ചേട്ടാ, ഡേയ്സ് ചോദിക്കുവാ നമ്മളെ വള്ളം ജയിക്കോന്ന്. സംശയമുണ്ടോ? ടിവിയിൽ കണ്ടോ ട്രോഫി ആയിട്ട് നിൽക്കുന്നത്? വള്ളം ജയിക്കാൻ വേണ്ടി 10 കൂടും മെഴുകുതിരി അവളിന്ന് ചാവറയത്തിന് നേർന്ന് കഴിഞ്ഞു. ജോസേ, ആര്? എന്റെ മോള് ഡെയ്സി. ഗേൾസ് വരും, ഇറങ്ങിക്കോളൂ. ഗേൾസ് ഫസ്റ്റ് എന്നല്ലേ, അതുകൊണ്ടാ. ഇവിടെ അടുത്താണോ വീട്? മിണ്ടാത്തത്. എടാ എന്തോ ഇത് നമ്മൾ ഇന്നലെ ടി വി കണ്ട ചേട്ടനല്ലേടാ? ടി വിയിലോ? ഞാനോ? അതാ ഈ ചേട്ടൻ തന്നെ. ഇന്നലെ ഇവിടെ വാർത്തയിലൊക്കെ കാണിച്ചു. അയ്യോ, ഞാൻ കണ്ടില്ല കേട്ടോ. ഒരുപാട് നേരം ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നോന്നോ? ഒരു 10 മിനിറ്റ്. ടി വി കാണുന്ന പോലെ തന്നെ, ഒരു വ്യത്യാസം. ഈ ടി വിക്കാരുടെ കാര്യം കൊണ്ട് ഞാൻ തോറ്റു. ഞാൻ അറിഞ്ഞില്ല കേട്ടോ. ഇനിയും കാണിക്കോ? കാണിക്കടാ. ഇനി നിന്നെ ഈ പരിസരത്തെങ്ങനെ കണ്ട വെട്ടി നുറുക്കി ഉപ്പിൽ ടച്ചാറാക്കും. നിനക്ക് ഗീതയെ കെട്ടണം. അയ്യോ, പെണ്ണുങ്ങൾ കുളിക്കുന്നിടത്ത് ഒളിഞ്ഞു നോക്കണം അല്ല? അത് ഞാൻ ഡീസന്റാ. ഞാൻ ഡീസന്റ്. എടാ ജോസേ, ജോസേ, എടാ അവനെ പിടിക്കാം. തറവണോ? തീരുമ്പം പറഞ്ഞാ മതി, കൊണ്ടുവരാം. അയ്യോ ചോദിക്കണ്ട, തീരുമ്പോ അമ്മച്ചി കൊണ്ടൊന്ന് മറിച്ചാ മതി. ഈ കൊച്ചു ത്രസ്യാണ് നിർബന്ധം കൊണ്ടല്ലേ, അല്ലെങ്കിൽ ഞാനൊരു ക്രോണിക് ബാച്ചുലറായിട്ട് ജീവിച്ചു തീർന്നേനെ. അതിന്റെ ഒരു സുഖം അത് പറഞ്ഞ അമ്മച്ചിക്ക് മനസ്സിലാവട്ടെ. അതെ 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 അതെ, അത് ഞങ്ങള് കണ്ടതാ. പള്ളി വെച്ച് കണ്ടപ്പോഴേ ഒരു തട്ടലും അതൊക്കെ ഒന്ന് തുടങ്ങി വെച്ചതല്ലേ. പൊന്നപ്പാ, ഡെയ്സി ആയിരിക്കും. ഹലോ ജോസാ, വെക്കാം. ശരി 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 ശരി, ഓക്കെ. ആ കുട്ടനാട് കേബിൾ വിഷനിന്നാ വള്ളംകളെ പറ്റി എന്തോ വാർത്തയുണ്ടെന്ന്. പൊന്നപ്പാ. ഹലോ ഡേസിയാ, നിന്റെ കാര്യം പറഞ്ഞപ്പോ നാക്കെടുത്തതേ ഉള്ളൂ. മോളെ KCB വെച്ചേ മിക്കവാറും ഇച്ചായനെ ടി വി കാണാം.
ഓക്കെ ബൈ. പറമ്പിൽ ഔസേപ്പിന്റെ മകനുമായ ദുബായ് ജോസിന്റെ വിവാഹം നടക്കാനിരിക്കെ ജോസിന് ദുബായിൽ വേറെ ഭാര്യയും മകനുമുണ്ടെന്ന് ചങ്ങനാശ്ശേരിക്കാരൻ സോമൻ വെളിപ്പെടുത്തി. ദുബായിൽ ജോസിന്റെ അയൽവാസിയായിരുന്ന ചങ്ങനാശ്ശേരി സ്വദേശി ശ്രീ സോമൻ കുട്ടനാട് കേബിൾ വിഷന് നൽകിയ പ്രത്യേക അഭിമുഖത്തിന്റെ പ്രസക്ത ഭാഗങ്ങളിലേക്ക്. ജോസും ഞാനും ദുബായിൽ അടുത്തടുത്ത വീടുകളിലാണ് താമസിച്ചിരുന്നത്. 6 മാസം മുമ്പ് ഞാൻ ജോലി മാറി പുതിയ താമസ സ്ഥലത്തേക്ക് പോയി. ജോസിന്റെ ഭാര്യ രജനിയും കുട്ടി സോനുവിനും എനിക്ക് നന്നായിട്ട് അറിയാം. തൃശ്ശൂരുള്ളതാ രജനി, നല്ല സെറ്റപ്പാ. ദുബായ് ജോസ് എന്ന വിവാഹ തട്ടിപ്പുകാരന്റെ കൂടുതൽ ദുബായ് വിശേഷങ്ങൾ ഇടവേളയ്ക്ക് ശേഷം. അയ്യോ ഈ പെണ്ണുങ്ങളെ ഞാൻ മനസ്സാ വാച അറിഞ്ഞ കാര്യമല്ല. എന്തൊരു കഷ്ടമായത്. അടിക്കരുത്. അയ്യോ, പാടത്ത് ഞാറ് നടാൻ മാത്രമല്ല വരമ്പത്തൂടെ ഓടാനും നിങ്ങൾക്ക് അറിയാമല്ലോ ഈശ്വര. അയ്യോ അയ്യോ, എന്നെ ചതിക്കില്ല. ഈ കിട്ടിയതൊക്കെ ഇവളമാരെടുത്തോണ്ട് ഇറങ്ങിയിരിക്കുകയാണല്ലോ. അയ്യോ, ഒരു പഞ്ചായത്ത് മെമ്പർ തല്ലിന്ന് ചീത്തപ്പേരി നീ ഉണ്ടാക്കി വെക്കരുത്. അല്ലേ, നിനക്ക് ഈ വിപ്ലവീര്യം പറഞ്ഞത് ഞാനാ. തിരിഞ്ഞുപോടി. തന്നെ കൊണ്ട് നിങ്ങൾ പോകും. ഇറങ്ങണോ? ഇറങ്ങി വരാനാ പറഞ്ഞത്. നിങ്ങൾ താഴെ പൊന്നപ്പം മോളില് ഇതെന്ത് കമ്മിറ്റി? ഇത് നിങ്ങളായിട്ട് കമ്മിറ്റി എന്തോന്നാണ്? അല്ല സാറേ, ഉണ്ടായിരുന്ന കമ്മിറ്റിയൊക്കെ പൊളിഞ്ഞതിന്റെയാ. എവളുമാരെ ഒന്ന് പറഞ്ഞയക്കൂ, എന്നെ രക്ഷിക്കൂ. ഇങ്ങനെ ഞങ്ങൾ താഴെ ഇറക്കത്തില്ല ആശാനെ. ഇയാളെ വോട്ട് ചെയ്ത് ജയിപ്പിച്ചതേ ഇവിടുത്തെ പെണ്ണുങ്ങളാ. എന്നിട്ട് ഇയാൾ ഈ കരയിൽ ഒരു പെണ്ണിന്റെ ജീവിതം നശിപ്പിച്ചത്. അങ്ങനെ പറയരുത് രഹസ്യ. ആ തന്തയ്ക്ക് പറക്കാത്തവന് ദുബായിൽ വേറൊരു ഭാര്യയും കൊച്ചുണ്ടെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. ആ ആന്റെ പെണ്ണ് പൊര നിറഞ്ഞിരിക്കുന്ന 4 പെണ്ണുങ്ങളാ. ഒരെണ്ണമെങ്കിലും കെട്ടിപ്പോട്ടെ എന്ന് ഞാൻ കരുതി. വെളുക്കാൻ തേച്ചത് പാണ്ടായി. ഞാനിനി എന്നാ ചെയ്യൂ ആശാനയ്യോ? ആശാൻ പറഞ്ഞ ഇവര് പോവും. ഒന്ന് പറയൂ ആശാനെ. തൽക്കാലം നിങ്ങൾ പിരിഞ്ഞു പോകും. അടി കൊടുക്കാൻ ഇനി സമയമുണ്ടല്ലോ. രക്ഷപ്പെട്ടു എന്ന് വിചാരിക്കണ്ട, ഞങ്ങളുടെ കയ്യിൽ കിട്ടും. പിന്നെ ആശാൻ പറഞ്ഞതോടെ ഉള്ളവനെ കൊണ്ട് ഇല്ലാത്തവൻ ജീവിക്കുക എന്ന പൊളിറ്റിക്കൽ പോളിസിയുടെ പുറത്ത് അവന്റെ പുറകെ പോയതാ. ആശാൻ ക്ഷമിക്കേ. ദുബായ് ജോസിനെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് വന്നു. ബെന്നി എടുക്കടാ, വാ. നീ ഷൂട്ട് ചെയ്തോടാ, പക്ഷെ ഞാൻ തിരിച്ചു അങ്ങോട്ട് കേറടാ. ബെന്നി, ഏത് തെണ്ടി പറഞ്ഞിട്ടാ വള്ള ഇവന്റെ വീടിന്റെ മുമ്പിൽ തന്നെ കെട്ടിയിട്ടത്? അത് കൊള്ളാം. പൊന്നപ്പം പറഞ്ഞിട്ടില്ല, ഇത് ഇവിടെ തന്നെ കൊണ്ടിട്ടേ. ഞാനോ? എന്നാ വേഗം അഴിച്ചു മാറ്റിക്കോ. അതെ, ആരോടും ചോദിക്കാതെയും പറയാതെ ഇവിടെ നാരടാ വെള്ളം ഒഴിച്ചോണ്ട് പോണത്. അതെ ജോസേ, ജോസിനെ പോലെ പെണ്ണ് കേസി പ്രതി ഒരാളെ താങ്ങിക്കൊണ്ട് നടക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. അതുകൊണ്ട് ജോസിന് ജോസിന്റെ വഴി, ഞങ്ങൾക്ക് ഞങ്ങളുടെ വഴി. എല്ലാവരും ഞാൻ മുടക്കിയ കാശ് ഇവിടെ തന്നിട്ട് വെള്ളം എടുത്തോണ്ട് പോയാൽ മതി. അതിന് നിന്നെയും വെച്ച് ഞങ്ങൾ ഒരുപാട് തുഴഞ്ഞിട്ടുണ്ട്. പൊന്നപ്പോരെ ഊച്ചാളി രാഷ്ട്രീയക്കാരുടെ കളി കളിക്കല്ലേ? കളിക്കും. നീ ഒറ്റൊരുത്തൻ കാരണമാണ് ഈ പെണ്ണാച്ചി പൊണ്ണപ്പൻ പെണ്ണും അച്ചിവില്ലാതെ ഈ പരുവത്തിലായത്. ഇനി നീയായിട്ടുള്ള പഞ്ചായത്തെ ഞാൻ നിർത്തി. എന്നെ കൊണ്ട് ഈ കളിയൊക്കെ കളിപ്പിച്ചത് നീയാ. അങ്ങനെ നീ മാത്രമായിട്ട് നല്ല കുഞ്ഞവൻ ഞാൻ സമ്മതിക്കില്ലടാ. നല്ല ഫ്രൈവാ, അത് ചീത്തയാക്കണ്ട. ഞാനൊന്ന് മൂളിയാ ഇവര് നിന്റെ മുതുകത്ത് കയറിയെന്ന് കറ്റ മതിക്കും. നെല്ലും പതിരും പോലെ എല്ലും മാംസവും പെറുക്കിയെടുക്കേണ്ടി വരും. വിളിച്ചോണ്ട് പോടാ. ജോസേ വാ, പോരെ വാ. കൊണ്ടുപോയിക്കോ. ഞാൻ തന്ന കാശും നീയൊക്കെ കുടിച്ച കള്ളും ജോസിന് ഇതാ. പക്ഷേ ഒരു കാര്യം കേട്ടോ, നമ്മൾ ഇനിയും കാണും. ഈ കടം വീട്ടും. അടിച്ച് കേറി വാടാ. ഇനി കയറുമെന്ന് തോന്നുന്നില്ല. അപ്പൊ ഗുഡ് ബൈ. അപ്പൊ പൊന്നപ്പൻ കയറുന്നില്ലേ? ഇല്ല, ദേ ഞാനായിട്ട് എടുത്തു വെച്ച് തന്ന കുരിശ് ഞാനായിട്ട് ഇറക്കിയിട്ടുണ്ട്. ഇനി നിങ്ങളായി നിങ്ങളുടെ വള്ളമായി, ഞാനായി എന്റെ പെണ്ണുങ്ങളായി. പാവങ്ങൾ പെണ്ണുങ്ങൾ. വരട്ടെ.